നമുക്ക് സക്ലേഷ്പൂരിലെ പോളാർ ബെയറിന്റെ ഔട്ട്ലെറ്റ് കണ്ടാലോ? ഞങ്ങൾ താമസിക്കുന്നത് കർണാടകയിലെ ഹസൻ ഡിസ്ട്രിക്റ്റിലെ സക്ലേഷ്പൂർ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനിലാണ്. ഇവിടെ റീസെന്റ് അതായത് ഏപ്രിൽ മാസം തുടക്കം തന്നെ സ്റ്റാർട്ടായ പോളാർ ബെയറിന്റെ ഒരേ ഒരു ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഇപ്പൊ കാണുന്നത് ഔട്ട്ഡോറിലൊക്കെ വൈബ് ചെയ്യാനും ചില്ല് ചെയ്യാനും ഒക്കെ പറ്റിയ നോൺ AC ഏരിയ ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇൻഡോറിൽ AC ഒക്കെ കൊണ്ട് നല്ല തണുത്ത് വിറച്ച് ഐസ്ക്രീം കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. മുൻപൊക്കെ സക്ലേഷ്പൂരിൽ ചെന്നിരുന്ന് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം പാർലറോ അങ്ങനത്തെ ഒരു സ്പോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ പല വെറൈറ്റിയിലുള്ള ഐസ്ക്രീംസ് ചെന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഞങ്ങൾക്ക്. ഇപ്പൊ നമ്മളവിടെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള ഐസ്ക്രീംസ് ആണ് ട്രൈ ചെയ്യാറ്. അതിലൊന്നാണ് ഈ കാണുന്ന കാലാ ജാമുൻ സോർബറ്റ്സ്. ഇത് കുത്തിയെടുത്ത് കഴിക്കാനായിട്ട് തന്നിട്ടുള്ള ടൂത്ത് പിക്ക് ഒന്ന് അമർത്തി കുത്തിയ പൊട്ടി പോകുന്ന സാധനം. ഒരുവിധം ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയെടുത്ത് അത് വായിലോട്ട് വെച്ച് ടേസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണിത്. ചെറിയ പുളിപ്പൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഐസ് ക്യൂബ്സ് പോലെയാണ് എനിക്കത് കഴിച്ചപ്പോൾ തോന്നിയത്. ഇത്തരം ടേസ്റ്റ് എല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, പക്ഷെ എനിക്കത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഫൈനലി ഒരെണ്ണം കുത്തിയെടുക്കാൻ പഠിച്ചത് മോളുടെ വായിലോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ല. മോൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, അവള് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇതുവരെയും കേട്ടിരുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാണ് പോളാർ ബെയറിന്റെ മെനു കാർഡ്. അവരുടെ മിക്കവാറും ഉള്ള എല്ലാ ഔട്ട്ലെറ്റ്സിലും ഈ മെനു കാർഡിൽ കാണുന്ന ഐറ്റംസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ മെനു കാർഡ് യൂസ് ചെയ്ത് വീട്ടിൽ വെച്ച് തന്നെ ഫ്ലേവറും ബഡ്ജറ്റും ഒക്കെ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇവിടെ പിന്നെ ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ട് നോ ഷുഗറിലെ വാനില ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ സാൻഡ്വിച്ചസ് ഒരു രക്ഷയില്ല. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അടിപൊളി സാൻഡ്വിച്ച് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം പോയത് നൈറ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു തീർന്നപ്പോഴേക്കും ഔട്ട്ലെറ്റും അടയ്ക്കാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സക്ലേഷ്പൂർ വിശേഷങ്ങളും ക്രാഫ്റ്റ്സും പ്ലാൻസും അൺബോക്സിംഗും കുട്ടി വ്ലോഗ്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ആൻഡ് സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ.